എനർജി ഡിസിപ്പേഷൻ ബിലോ ഓഗി സ്പിൽവേ. ഓഗി സ്പിൽവേയുടെ താഴെ എങ്ങനെയാണ് എനർജി ഡിസിപ്പേഷൻ നടത്തുന്നതെന്ന് നോക്കാം. Water flowing over the spillway acquires a lot of kinetic energy by the time it reaches near the toe of the spillway. If arrangements are not made to dissipate the huge kinetic energy of water, and if the velocity of water is not reduced, large scale scour can take place on the downstream side near the toe of the dam and away from it. These arrangements are known as energy dissipation arrangements or energy dissipators. In general, the kinetic energy of the supercritical flow can be dissipated in two ways. First one, by converting the supercritical flow into subcritical flow by hydraulic jump. Second, by directing the flow of water into air and then making it fall away from the toe of the structure. The energy is dissipated by the aeration of jets and impact of water on the riverbed. Though some scour will take place, it is too small or too far away from the dam to endanger it. Bucket type energy dissipators work on this principle. Water flowing over the spillway acquires a lot of kinetic energy by the time it reaches near the toe of spillway. Water flowing over spillway acquires a lot of kinetic energy as it reaches near the toe of spillway. As it reaches near the toe of spillway. സ്പിൽവേക്ക് മുകളിലൂടെ ഫ്ലോ ചെയ്യുന്ന വാട്ടർ ടോയിൽ എത്തുമ്പോഴത്തേക്കും അതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അത് ഒത്തിരി കൈനറ്റിക് എനർജി ഗെയിൻ ചെയ്തിട്ടുണ്ടാവും. സ്പിൽവേയുടെ മുകളിലൂടെ ഫ്ലോ ചെയ്യുന്ന വാട്ടർ സ്പിൽവേയുടെ ടോയിൽ എത്തുമ്പോഴത്തേക്കും അത് ഒരുപാട് കൈനറ്റിക് എനർജി ഗെയിൻ ചെയ്തിട്ടുണ്ടാവും. നമ്മള് കൈനറ്റിക് എനർജി ഒരുപാട് ഗെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ വെലോസിറ്റിയും വളരെ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഗെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഹ്യൂജ് എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി ഓഫ് വാട്ടറും വെലോസിറ്റി ഓഫ് വാട്ടറും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൈനറ്റിക് എനർജി ഓഫ് വാട്ടർ ഡെസിപ്പേറ്റ് ചെയ്യാൻ വേണം. അതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് വാട്ടർ റെഡ്യൂസ് ചെയ്യാൻ വേണം. അതിനുള്ള അറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് സ്പിൽവേയുടെ ടോയിൽ എത്തുന്ന വാട്ടറിന് ഒത്തിരി കൈനറ്റിക് എനർജി ഗെയിൻ ചെയ്തായിരിക്കും വരുന്നത്. അപ്പൊ ആ വാട്ടറിന് വെലോസിറ്റിയും വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഈ ഹ്യൂജ് കൈനറ്റിക് എനർജി ഡെസിപ്പേറ്റ് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കുകയും ഈ വെലോസിറ്റി നമ്മൾ റിഡ്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡാമിന്റെ ടോയില്, അതായത് ഡാമിന്റെ ഡൗൺ സ്ട്രീം സൈഡിൽ ടോയ്ക്ക് അടുത്തും ടോയ്ക്ക് നിന്ന് മാറിയും എന്ത് സംഭവിക്കാം? ലാർജ് സ്കെയിൽ സ്കൗറിങ് സംഭവിക്കാം. നമ്മള് ഈ ഹ്യൂജ് കൈനറ്റിക് എനർജി ഡിസിപ്പേറ്റ് ചെയ്യാതിരിക്കുകയും ഈ ഹ്യൂജ് കൈനറ്റിക് എനർജി ഡിസിപ്പേറ്റ് ചെയ്യാതിരിക്കുകയും ഈ ഹൈ വെലോസിറ്റി ഓഫ് വാട്ടർ റെഡ്യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഡാമിന്റെ ഡൗൺ സ്ട്രീമിൽ ടോയുടെ അടുത്തും അതിന് കുറച്ച് മാറിയും എന്ത് സംഭവിക്കാം? വലിയ രീതിയിലുള്ള സ്കൗറിങ് സംഭവിക്കാം. അപ്പോൾ ഈ ഹ്യൂജ് കൈനറ്റിക് എനർജി ഡിസിപ്പേറ്റ് ചെയ്യാനും വെലോസിറ്റി കുറയ്ക്കാനും വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന അറേഞ്ച്മെന്റ്സിനെയാണ് എനർജി ഡിസിപ്പേഷൻ അറേഞ്ച്മെന്റ്സ് ഓർ എനർജി ഡിസിപ്പേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ എന്താ പറഞ്ഞത്? സ്പിൽവേയുടെ മുകളിലൂടെ ഫ്ലോ ചെയ്യുന്ന വാട്ടർ സ്പിൽവേയുടെ ടോയിൽ എത്തുമ്പോഴേക്കും ഒരുപാട് കൈനറ്റിക് എനർജി അക്വയർ ചെയ്തിട്ടുണ്ടാവും. അത് മാത്രമല്ല വാട്ടറിന്റെ വെലോസിറ്റിയും വളരെ കൂടുതലായിരിക്കും. Velocity of water will also be very high. So there must be arrangements
to dissipate kinetic energy and reduce velocity. Otherwise, large scale scouring will occur at downstream of dam, near to and away from it. So these arrangements are known as energy dissipators. അതിനെയാണ് എനർജി ഡിസിപ്പേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഹൈ എനർജി വാട്ടറും ഹൈ വെലോസിറ്റി വാട്ടർ എന്ന് പറയുന്നത് വെച്ചാൽ സ്പിൽവേയുടെ ടോയിൽ എത്തുമ്പോഴത്തേക്കും വാട്ടർ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയിലായിരിക്കും. നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ജമ്പിന്റെ കേസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫ്ലോ ഒരിക്കലും സൂപ്പർ ക്രിട്ടിക്കലായി ഇരിക്കില്ല. സൂപ്പർ ക്രിട്ടിക്കൽ ഒരു ഫ്ലോ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ അത് സബ് ക്രിട്ടിക്കൽ ആയിട്ട് മാറാൻ ശ്രമിക്കും. സോ കൈനറ്റിക് എനർജി ക്യാൻ ബി ഡിസിപ്പേറ്റഡ് ഇൻ two ways. Kinetic energy of supercritical flow can be dissipated in two ways. ഇത് രണ്ട് രീതിയിൽ നമുക്ക് കൈനറ്റിക് എനർജി ഡിസിപ്പേറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ബൈ കൺവേർട്ടിംഗ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ഇൻടു സബ് ക്രിട്ടിക്കൽ ഫ്ലോ ബൈ ഫോർമേഷൻ ഓഫ് ഹൈഡ്രോളിക് ജംപ്. ബൈ ഹൈഡ്രോളിക് ജംപ്. ഹൈഡ്രോളിക് ജംപ് ഫോം ചെയ്യുമ്പോൾ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആയിട്ട് മാറും. Phenomena by which supercritical flow changes to subcritical flow as hydraulic jump നമ്മൾ എഫ്എമ്മിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇവിടെ അതായത് സ്പിൽവേയുടെ താഴെയുള്ള എനർജി ഡെസിപ്പേഷന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബൈ ഫോർമേഷൻ ഓഫ് ഹൈഡ്രോളിക് ജംപ്. സൂപ്പർക്രിട്ടിക്കൽ ഫ്ലോ സബ്ക്രിട്ടിക്കൽ ഫ്ലോ ആയിട്ട് മാറും ഹൈഡ്രോളിക് ജംപ് ഉണ്ടാകുമ്പോൾ. ആൻഡ് സെക്കൻഡ് മെത്തേഡ് ഇസ് directing flow of water into air and then making it fall away from toe of the structure. Directing flow of water into air and then making it fall away from structure. അപ്പോൾ എങ്ങനെയാ പറയുന്നത്? വാട്ടറിനെ ആദ്യം വാട്ടറിന്റെ ഫ്ലോയെ എയറിലോട്ട് ഡയറക്റ്റ് ചെയ്തിട്ട് പിന്നെ അതിനെ സ്ട്രക്ചറിൽ നിന്നും മാറി ഫോൾ ചെയ്യിപ്പിക്കും. സ്ട്രക്ചറിന്റെ ടോയിൽ നിന്നും മാറി ഫ്ലോ ചെയ്യിപ്പിക്കും. ഫോൾ അവേ ഫ്രം ടോ ഓഫ് സ്ട്രക്ചർ. അങ്ങനെ നമുക്ക് എനർജി ഡെസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് എനർജി ഡെസിപ്പേഷൻ? എനർജി ഈസ് ഡെസിപ്പേറ്റഡ് ബൈ എയറേഷൻ ഓഫ് ജെറ്റ് ആൻഡ് ഇമ്പാക്ട് ഓഫ് വാട്ടർ ഓൺ റിവർ ബെഡ്. അപ്പോൾ അവിടെ എങ്ങനെ എനർജി ഡിസിപ്പേഷൻ ബൈ aeration of jet and impact of water on river bed. ജെറ്റിന്റെ എയറേഷൻ വഴിയും ഇമ്പാക്ട് ഓഫ് വാട്ടർ ഓൺ റിവർ ബെഡ് വഴിയുമാണ് ഇവിടെ എനർജി ഡിസിപ്പേഷൻ. അപ്പൊ ഈ സെക്കൻഡ് കേസിൽ ജമ്പ് ഫോം ചെയ്യുന്നില്ല. ഇനി ബക്കറ്റ് ടൈപ്പ് എനർജി ഡിസിപ്പേറ്റേഴ്സ് ആണ് ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത്. ബക്കറ്റ് ടൈപ്പ് എനർജി
ഡിസിപ്പേറ്റേഴ്സ്. ഇതിൽ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ സ്കൗറിങ് ഉണ്ടാവും, പക്ഷെ അത് സ്കൗറിങ് ഉണ്ടായാലും ഒന്നെങ്കിൽ തീരെ കുറവായിരിക്കും അല്ലെങ്കിൽ ഡാമിൽ നിന്ന് മാറിയായിരിക്കും. അപ്പൊ ഡാമിന് ഒരു ഡേഞ്ചർ ഉണ്ടാവുന്നില്ല. ഈ സെക്കൻഡ് കേസിൽ, അതായത് when we direct the flow of water into air and then make it fall away from the toe of the structure, energy dissipation takes place by aeration of jet and impact of water on river bed. Bucket type energy dissipators ഒക്കെ ഈ ഒരു പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഈ കേസിലും സ്കൗറിങ് ഉണ്ടാവും, ഒന്നെങ്കിൽ ചെറിയ സ്കൗറിങ് ആയിരിക്കും അല്ലെങ്കിൽ ഡാമിൽ നിന്ന് മാറിയായിരിക്കും. അപ്പൊ ഡാമിന് ഡേഞ്ചർ ഒന്നും ഇല്ല സ്കൗറിങ് കൊണ്ട്. There are two methods of energy dissipation below a spillway. One is by converting supercritical flow into subcritical flow by hydraulic jump, and the second method is by the aeration of jet and impact of water on riverbed. Now let us see into detail hydraulic jump formation. Hydraulic jump formation. So you can see in the figure a hydraulic jump is formed at the downstream of spillway. A hydraulic jump can form in a horizontal rectangular channel when following relation is satisfied between pre-jump depth y1 and post-jump depth y2. If the depth before jump is y1 and the depth after jump is y2, and if the relation if this given relation is satisfied, a hydraulic jump can form in a horizontal rectangular channel, and the relation is y2 is equal to minus y1 by 2 plus root of y1 square by 4 plus 2q square by gy1. ഈ റിലേഷൻ നിങ്ങൾ ഹൈഡ്രോളിക് ജമ്പിന്റെ കേസ് ജമ്പിൽ FM പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ കോൺജുഗേറ്റ് ഡെപ്ത്സ് തമ്മിലുള്ള റിലേഷൻ. പോസ്റ്റ് ജമ്പ് ഡെപ്തും പ്രീ ജമ്പ് ഡെപ്തും തമ്മിലുള്ള റിലേഷൻ. If y2 is the depth after jump and y1 is the depth below jump, relation is y2 is equal to minus y1 by 2 plus root of y1 square by 4 plus 2q square by gy1. അപ്പോൾ ഈ ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഹൊറിസോണ്ടൽ റെക്ടാങ്കുലർ ചാനലിൽ ഹൈഡ്രോളിക് ജമ്പ് ക്യാൻ ഫോം. For hydraulic jump in horizontal rectangular channel. So for a given discharge intensity and given height of spillway, y1 is fixed, thus y2 is also fixed. But availability of a depth equal to y2 in the channel or downstream cannot be guaranteed, as it depends upon the tailwater, which depends upon hydraulic dimensions and slope of river channel below. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡിസ്ചാർജ് ഇന്റൻസിറ്റി, അതായത് ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് ക്യൂ ഫോർ എ പെർട്ടിക്കുലർ ഡിസ്ചാർജ് ഇന്റൻസിറ്റി ആൻഡ് ഗിവൺ ഹൈറ്റ് ഓഫ് സ്പിൽവേ y1 is fixed. അപ്പോൾ ഡിസ്ചാർജ് ഇന്റൻസിറ്റി ആൻഡ് ഹൈറ്റ് ഓഫ് സ്പിൽവേ നമ്മൾ ആ രണ്ട് പാരാമീറ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ for a given discharge intensity and given height of spillway, ഒരു particular discharge intensity particular height of spillway ഉണ്ടെങ്കിൽ എന്താണ് y1 is fixed. y1 value fixed ആണ്. But availability of a depth y2 in the channel on downstream cannot be guaranteed. y2 not guaranteed. അതാണ് അതിന്റെ പ്രത്യേകത. y2 not guaranteed because it depends on the hydraulic dimensions and slope of river channel below, because y2 depends on hydraulic
dimensions and slope of river channel below, and slope of river channel below. അതായത് ഒരു പെർട്ടിക്കുലർ ഡിസ്ചാർജ് ഇൻറ്റൻസിറ്റിയും ഗിവൺ ഹൈറ്റ് ഓഫ് സ്പിൽവേയും ആണെങ്കിൽ y1 വാല്യൂ അതിന് ഫിക്സ്ഡ് ആണ്. പക്ഷെ y2 നമുക്ക് അത്രയും തന്നെ കിട്ടുമോ ഇല്ലേ എന്നുള്ള ഉറപ്പില്ല. കാരണം എന്താ, y2 ഡിപ്പെൻഡ്സ് ഓൺ ഹൈഡ്രോളിക് ഡയമെൻഷൻസ് ആൻഡ് സ്ലോപ്പ് ഓഫ് ദി ഇറിഗേഷൻ ചാനൽ ആൻഡ് സ്ലോപ്പ് ഓഫ് ദ റിവർ ചാനൽ ബിലോ. അപ്പൊ ഈ y1 ഉം y2 നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ റിലേഷന് സാറ്റിസ്ഫൈ ആവുന്നുള്ളൂ. അപ്പൊ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ആവുമ്പോഴേ ഹൈഡ്രോളിക് ജമ്പ് ഒരു റെക്ടാങ്കുലർ ചാനലിൽ ഉണ്ടാവും. Hence, for different discharges, tail water depth is found by actual gauge discharge observations and by hydraulic computations. For different discharges, tail water depth is found by actual gauge discharge observation and hydraulic computation. Appo for different discharge, for different discharges, tail water depth is found by tail water depth is found by tail water depth എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? by actual discharge observations, അതോടൊപ്പം ഹൈഡ്രോളിക് കമ്പ്യൂട്ടേഷൻസും. അപ്പൊ നമ്മള് പല ഡിസ്ചാർജിനും ടെയിൽ വാട്ടർ ഡെപ്ത് കണ്ടുപിടിക്കുന്നത് ആക്ച്വൽ ഡിസ്ചാർജ് ഒബ്സർവേഷനും ഹൈഡ്രോളിക് കമ്പ്യൂട്ടേഷൻസും ഉപയോഗിച്ചാണ്. എന്നിട്ട് എന്ത് ചെയ്യും, പോസ്റ്റ് ജമ്പ് ഡെപ്ത് y2 ആ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കും. Then y2 found using equation, y2 found using equation. അതായത് y1 ഡെപ്ത് ഉണ്ടെങ്കിൽ ജമ്പ് ഉണ്ടായി കഴിഞ്ഞാൽ വരുന്ന ഡെപ്ത് y2 ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് y2 ന്റെ കാര്യത്തിൽ ഗ്യാരണ്ടി ഇല്ല. അപ്പൊ ടെയിൽ വാട്ടർ ഡെപ്ത് അനുസരിച്ച്, അതായത് നമുക്ക് ഡൗൺ സ്ട്രീമിലുള്ള ടെയിൽ വാട്ടർ ഡെപ്തിനെ അവിടുത്തെ റിവർ ചാനലിന്റെ ഹൈഡ്രോളിക് ഡയമെൻഷൻസും സ്ലോപ്പിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും y2 ന്റെ വാല്യൂ. അപ്പൊ നമ്മൾ ഈ ടെയിൽ വാട്ടർ ഡെപ്ത് പല ഡിസ്ചാർജിന് നമ്മൾ കണ്ടുപിടിക്കും ബൈ യൂസിങ് ആക്ച്വൽ ഡിസ്ചാർജ് ഒബ്സർവേഷൻസ് ആൻഡ് ഹൈഡ്രോളിക് കമ്പ്യൂട്ടേഷൻസ്. ആക്ച്വൽ ഡിസ്ചാർജ് ഒബ്സർവേഷൻസും ഹൈഡ്രോളിക് കമ്പ്യൂട്ടേഷൻസും യൂസ് ചെയ്തിട്ട് വേണം ടെയിൽ വാട്ടർ ഡെപ്ത് കണ്ടുപിടിക്കാൻ. ഇനി y1 നമുക്ക് നമ്മൾ പറഞ്ഞു ഡിസ്ചാർജിന്റെ ഒരു പർട്ടിക്കുലർ ഡിസ്ചാർജ് ഇന്റൻസിറ്റിയും ഹൈറ്റ് ഓഫ് സ്പിൽവേ ഉണ്ടെങ്കിൽ y1 വാല്യൂ ഫിക്സ്ഡ് ആണ്. അപ്പൊ ആ y1 വാല്യൂ ഉണ്ടെങ്കിൽ ആ y1 വാല്യൂ വെച്ചിട്ട് ഒരു ജമ്പ് ഉണ്ടാവുകയാണെങ്കിൽ അത് കഴിഞ്ഞ് ജമ്പ് ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ഡെപ്ത് y2 നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കും. Then graph is plotted between Q and tail water depth known as tail water curve. Tail water curve Q versus tail water depth is plotted. നമ്മളെ ടെയിൽ വാട്ടർ കർവ് പ്ലോട്ട് ചെയ്യും. ടെയിൽ വാട്ടർ കർവ് ഇസ് എ പ്ലോട്ട് ബിറ്റ്വീൻ ഡിസ്ചാർജ് ഇന്റൻസിറ്റി Q, അതായത് അല്ലെങ്കിൽ ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത് Q ആൻഡ് ടെയിൽ വാട്ടർ ഡെപ്ത്. അപ്പൊ ഇനി നമ്മൾ ടെയിൽ വാട്ടർ കർവ് ആണ് പ്ലോട്ട് ചെയ്യുന്നത്. Q വേഴ്സസ് ടെയിൽ വാട്ടർ ഡെപ്ത് അതിനെ നമ്മൾ പ്ലോട്ട് ചെയ്യും. And similarly, if a curve is plotted on the same graph between Q and y2, the curve obtained is known as jump height curve or y2 curve. Jump height curve or y2 curve ഉണ്ട്. അതെന്ന് പറയുന്നത് it is a plot between Q and
y2. That is Q versus y2 is plotted. അപ്പോൾ നമ്മൾ Q versus y2 എന്നുള്ള കർവ് അതിന്റെ പുറത്ത് തന്നെ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ ഈ ടെയിൽ വാട്ടർ കർവിന്റെ പുറത്ത് തന്നെ Q versus y2 കർവ് ഇവിടെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഈ Q versus y2 കർവിനെയാണ് ജംപ് ഹൈറ്റ് കർവ് എന്ന് വിളിക്കുന്നത്. ഒന്ന് ടെയിൽ വാട്ടർ കർവും ഒന്ന് ജംപ് ഹൈറ്റ് കർവും. ടെയിൽ വാട്ടർ കർവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ടെയിൽ വാട്ടർ കർവ് എന്ന് പറഞ്ഞാൽ between Q and tail water curve. Q and tail water depth ഇവിടെ Q and y2. Q എപ്പോഴും x ആക്സിസിലും ആ ഡെപ്ത് എപ്പോഴും y ആക്സിസിലും അങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ടെയിൽ വാട്ടർ കർവ് എന്ന് പറഞ്ഞാൽ ടെയിൽ വാട്ടർ ഡെപ്ത് വേഴ്സസ് ക്യൂവും ജംപ് ഹൈറ്റ് കർവ് എന്ന് പറഞ്ഞാൽ ഡെപ്ത് ആഫ്റ്റർ ജംപ് y2 വേഴ്സസ് ഡിസ്ചാർജ് ഇന്റൻസിറ്റി Q. അങ്ങനെ നമുക്ക് കർവ്സ് പ്ലോട്ട് ചെയ്യാം. ഹൈഡ്രോളിക് ജമ്പ് ഫോർമേഷനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിയേണ്ട ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ ഈ ഹൈഡ്രോളിക് ജമ്പ് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്നുണ്ടെങ്കിലാണ് ഹൊറിസോണ്ടൽ ചാനലിൽ ഹൈഡ്രോളിക് ജമ്പ് ഫോം ചെയ്തു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഡിസ്ചാർജ് ഇന്റൻസിറ്റിയും പെർട്ടിക്കുലർ ഹൈറ്റ് ഓഫ് സ്പിൽവേയും ആണെങ്കിൽ പെർട്ടിക്കുലർ ഡിസ്ചാർജ് ഇന്റൻസിറ്റിയും പെർട്ടിക്കുലർ ഹൈറ്റ് ഓഫ് സ്പിൽവേ ആണെങ്കിൽ y1 വാല്യൂ ഫിക്സ് ആണ്. പക്ഷെ y2ന്റെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല അത്രയും y2 നമുക്ക് കിട്ടും എന്നുള്ളത്. നമ്മൾ കാരണം പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ y2ന്റെ വാല്യൂ റിവർ ചാനലിന്റെ ഹൈഡ്രോളിക് ഡയമെൻഷൻസിനെയും സ്ലോപ്പിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പല പല ഡിസ്ചാർജസിന് ഫോർ ഡിഫറെന്റ് ഡിസ്ചാർജസ് വിൽ ഫൈൻഡ് ഔട്ട് ടെയിൽ വാട്ടർ ഡെപ്ത് ബൈ ആക്ച്വൽ ഡിസ്ചാർജ് ഒബ്സർവേഷൻസ് ആൻഡ് ഹൈഡ്രോളിക് കമ്പ്യൂട്ടേഷൻസ്. ആക്ച്വൽ ഡിസ്ചാർജ് ഒബ്സർവേഷനും ഹൈഡ്രോളിക് കമ്പ്യൂട്ടേഷനും യൂസ് ചെയ്ത് നമ്മൾ പല ഡിസ്ചാർജസിനുള്ള ടെയിൽ വാട്ടർ ഡെപ്ത് കണ്ടുപിടിക്കും. എന്നിട്ട് ഈ y2 എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കും. y2 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആ ജമ്പിന്റെ ഡെപ്ത് റിലേഷൻ ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ ടെയിൽ വാട്ടർ കർവും ജമ്പ് ഹൈറ്റ് കർവും പ്ലോട്ട് ചെയ്യും. ടെയിൽ വാട്ടർ കർവ് എന്ന് പറഞ്ഞാൽ ടെയിൽ വാട്ടർ ഡെപ്ത് വേഴ്സസ് ഡിസ്ചാർജ് per unit width of discharge intensity, and jump height curve is a plot between depth after jump and discharge intensity.